മോദി പ്രഭാവം കുറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പാൻ ഇന്ത്യ തലത്തിൽ അടി കിട്ടണം. നമ്മൾ മധ്യപ്രദേശിൽ വളരെ സ്ട്രോങ് ആയി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇവിടെ സ്ട്രോങ്, ഡൽഹി ഇവിടെ സ്ട്രോങ് ആണ്. ചില പ്രദേശങ്ങളാണ് അടി കിട്ടിയിരിക്കുന്നത്. അത് ഹരിയാനയും പഞ്ചാബും എന്ന് വെച്ചാൽ ഒരു മുമ്പേ ഉണ്ടായിരുന്ന ഒരു BJP വിരുദ്ധ വികാരമുണ്ട് പഞ്ചാബില്, മോഡി വിരുദ്ധ വികാരം, അതിന്റെ തുടർച്ചയാണ്. ഹരിയാനയിലാണെങ്കിൽ അവിടെ സഖ്യകക്ഷിയായിട്ട് അടിച്ചു പിരിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് BJP ഉൾപ്പാട് പ്രശ്നങ്ങൾ മൂലം ജനപ്രിയനായ മുഖ്യമന്ത്രിയെ മാറ്റി. പിന്നെ ആ ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, കർഷക കലാപം, ഇത് പഞ്ചാബിലും ബാധകമാണ്. പിന്നെ അടി കിട്ടിയത് ഒന്ന് UP-ലാണ്, വേറൊന്ന് രാജസ്ഥാനില് രാജസ്ഥാൻ ചെറിയൊരു അടി. കാരണം എന്താ വെച്ചാൽ ഈ അവരുടെ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയെ മാറ്റി. അതിൽ മോഡി നേരിട്ട് നടത്തിയ ഇടപെടലാണ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷത്രിയ കമ്മ്യൂണിറ്റി, രാജ്പുട്ട് മറാഠ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ചിലപ്പോൾ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു ഘടകം. പിന്നെ മധ്യപ്രദേശിൽ വളരെ കൺസോൾട്ടേറ്റഡ് ആയിരുന്നു. പിന്നെ വേറെ അടി കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ അവിടെ ശിവസേന പിരിഞ്ഞു പോയത് ഒരു അടിയാണ്. അതാണ് ഒരു ഘടകം. പിന്നെ അവിടെ ഒരു ആന്റി ബ്രാഹ്മിൻ മറാഠ ഒരു ഫൈറ്റ് ഉണ്ട്. അതിൽ ഇത്തവണ ശിവസേന അതിൽ മറാഠ വികാരം ഉയർത്തിപ്പിടിച്ച് അവർക്ക് വോട്ട് നേടാൻ പറ്റിയെന്നുള്ളതാണ് ഒരു വലിയൊരു ഫാക്ടർ. പിന്നെ ശരത് പവാർ അജിത് പവാറിനെ NDA-യിലേക്ക് വിട്ട് അയാളുടെ കാര്യം സാധിക്കാനാണ്. ആ കാര്യം സാധിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ തോറ്റത്. പിന്നെ കർണാടകയിലെ പ്രജ്വൽ ദേവനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. തമിഴ്നാട്ടിലുള്ള BJP ഫീലിംഗ് സെന്റിമെന്റ് വളരെ ശക്തമാണ്. അതുകൊണ്ടാണ്. കേരളത്തിലാണെങ്കിൽ നേട്ടല്ലേ, ലോക്സഭാ സീറ്റ് കിട്ടി, വോട്ട് ഷെയർ ഭയങ്കരമായി കൂടി, 11 ലോക്സഭാ സീറ്റ്, ഒരുപാട് നിയമസഭാ സീറ്റുകൾ രണ്ടാമത് വന്നു, 11 നിയമസഭാ സീറ്റുകൾ ഒന്നാമത് വന്നു. ഇതൊക്കെ നേട്ടം തന്നെയാണ്. അങ്ങനെ ഒരു മോഡി പ്രഭാവം കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ UP സംഭവിച്ചത് RSS പണിയെടുത്താന്ന് തോന്നുന്നു, സെലക്റ്റീവായിട്ട്. അതായത് RSS ഒരിക്കലും വ്യക്തിക്ക് വലിയ പ്രാധാന്യം, വ്യക്തിയെ CPM പോലെ തള്ളി പറയുന്നൊന്നുമില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തള്ളി പറയുന്നത്. പക്ഷെ വ്യക്തികൾക്കല്ല, ഒരു സംഘത്തിനാണ് പ്രാധാന്യം. അപ്പൊ അവരെപ്പോഴും എപ്പോഴും മോഹൻ ഭഗവത് പറഞ്ഞിട്ടുണ്ട്, സംഘം പിന്നെ എന്താണ് വ്യക്തിയുടെ വിജയമല്ലാതെ അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ അയാൾ നദ്ദയുടെ ഒരു ഇന്റർവ്യൂ, ഞങ്ങൾക്ക് ഇനി RSSന്റെ സഹായം ആവശ്യമില്ല, ഇൻഡിപെൻഡന്റ് ആണ്. അത് ശരി തന്നെയാണ്, ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആണാണ് RSS ആഗ്രഹിക്കും. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യമല്ല, മോഡിയിലേക്ക് ഭയങ്കര മോഡി എന്നുള്ള ഒരു ഫാക്ടറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും നദ്ദ. അത് RSSന് ഒടിപ്പിച്ചിട്ടുണ്ടാവും. RSS BJP തോറ്റാലില്ല, RSS അവിടെയൊക്കെ ശക്തമാണ്. അപ്പൊ RSS എന്നാ പിന്നെ അങ്ങനെ പോകണ്ട, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സീറ്റുകൾ തോൽപ്പിച്ചു കൊടുത്തില്ല. മോഡിനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടു, ഭൂരിപക്ഷം കുറച്ചിട്ട്. അല്ലാതെ ഇത് അവരുടെ ഉൾപ്പാണ്ട് പ്രശ്നം കൊണ്ടാണ്. ബേസിക്കലി അവിടെയാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്, UP-യിലാണ്. പിന്നെ ഇവിടുത്തെ കാര്യം അതുപോലെ തന്നെ സംഘത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. ആസ്ഥാനം തന്നെ മഹാരാഷ്ട്രയിലാണ് സംഘത്തിന്റെ. അപ്പൊ അങ്ങനെയാണ് അത്. മോഡിക്ക് ഒരു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ മോഡിയുടെ സുഹൃത്തുക്കൾ തന്നെ തീരുമാനിച്ചതാണ്. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു ആന്റി മുസ്ലിം റിപ്പബ്ലിക് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അത് വളരെ അസ്വസ്ഥമാക്കിയിരുന്നു. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആളുകൾ ഒരു പക്ഷേ എൻജോയ് ചെയ്യും. ഇപ്പൊ മുസ്ലിംസിനെ കൊണ്ട് വലിയ ശല്യം ഇല്ലാതെ വെക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഫീല്. പിന്നെ 400 സീറ്റ് എന്നൊക്കെ ഉള്ള അവകാശം വന്നു. അങ്ങനെ 400 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണഘടന തോന്നും പോലൊക്കെ ഭേദഗതി ചെയ്യാൻ പറ്റും. അങ്ങനെ ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൗലിക അവകാശങ്ങൾ പോലും കർട്ടയിൽ ചെയ്യപ്പെടും. അപ്പൊ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളുള്ള RSS BJP-ക്കാരും RSS-കാരും ഒക്കെ ആയിട്ട് തന്നെയുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇത്തരം വർത്തമാനം കേട്ടാൽ അവർക്ക് പേടിയായിട്ടുണ്ടാവും. കാരണം അടിയന്തരാവസ്ഥ പോലെയുള്ള അവസ്ഥ തിരിച്ചു വരുമോ എന്നുള്ളത്. അതുകൊണ്ട് അവര് ചിലപ്പം വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളൊരു ഫീല് വരും. അല്ല, വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എതിരായി ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ മുമ്പ് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുമാണ്. കാരണം RSS കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ ആദ്യ കാലത്തൊക്കെ നല്ല ബന്ധമായിരുന്നു. അപ്പം ഇതങ്ങനെ ഇങ്ങനെയുള്ള, അതുകൊണ്ടാണ് പിന്നെ 400 എന്നുള്ള അധികം അവർ പറയാതിരുന്നത്, അത്ര റിട്ടോറിക് അധികം കേൾക്കാതിരുന്നത്. അതുകൊണ്ട് BJP-യിലെ ചില ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്നൊരു പരാജയമാണ്. മോഡി ഫാക്ടറിന്റെ ഒരു പ്രഭാവം മങ്ങിയതല്ല. ജനങ്ങളുടെ മോഡി ഫാക്ടർ ഇപ്പോഴും വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിലെ ഇലക്ഷൻ റിസൾട്ട് അതാ കാണിക്കുന്നത്. UP-യിൽ തോൽക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അപ്പൊ ഉള്ളിന്ന് വലിച്ചാന്ന് വളരെ വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ ഈ ശിവസേന ഫാക്ടർ ഉണ്ട്, മാത്രമല്ല സംഘത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സ്ഥലം, സംഘത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക, അടിത്തറയല്ല, സംഘത്തിന്റെ ആസ്ഥാനം വന്നിരിക്കുന്ന സ്ഥലത്തും സംസ്ഥാനം, ഈ 2 സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും പെർഫോമൻസ് ഒന്നും മോശമാക്കിയിട്ട് സംഘം ഒരു മുന്നറിയിപ്പ് കൊടുത്തതാ. അതിൽ കൂടുതലൊന്നും ഈ പറയുന്ന പോലെ ഇതിൽ ആഘോഷിക്കാനൊന്നുമില്ല.